ഇതിനായിട്ട് നമ്മളൊരു 5 പീസ് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതാക്കി കഷ്ണാക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില എടുത്തിട്ടുണ്ട്, ഒരു കെട്ട് തണ്ട് ഒഴിവാക്കിയിട്ടില്ല മാത്രം എടുത്തിട്ടുണ്ട്. ഒരു 15 പീസ് പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുത്തിയെടുക്കാം പുതിന. നമ്മൾ ഇതിലേക്കായിട്ട് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അരലിലേക്കായിട്ട്. ഇതുപോലെ നമുക്കൊന്ന് പുതിന ഒന്ന് ചതച്ച് കൊടുക്കാം. ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിലേക്ക് നമുക്ക് ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് എടുത്ത് വെച്ച പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ കുത്തി വെച്ച പുതിനയെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് വിനെഗർ എടുത്തിട്ടുണ്ട്. വിനെഗർ നമ്മൾ ഇതിലേക്ക് വൈറ്റ് വിനെഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 200 മില്ലി വിനെഗറാണ് നമ്മൾ ഇതിലേക്കായി എടുത്തിട്ടുള്ളത്. ഇതിലേക്കായി ആവശ്യത്തിന് സാൾട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നേകാൽ ടീസ്പൂണ് ടേബിൾ സ്പൂൺ നമ്മൾ സാൾട്ട് നമ്മൾ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായി ആവശ്യത്തിനായ വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ ഫുള്ള് കവർ ചെയ്ത രൂപത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് രൂപത്തിലാണ് ഇപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടപ്പ് നല്ലവണ്ണം അടച്ചതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗ്രീൻ ആപ്പിൾ ഉപ്പിലിട്ടതാണ്. ആപ്പിളിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക്, അതുപോലെ ഇഞ്ചി, പുതിനയിലെല്ലാം എടുത്തിട്ടുള്ളത്. മൂന്ന് ദിവസം നമുക്കിതുപോലെ അടച്ചു വെക്കാം. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.